ദേശീയപാതയിലൂടെ മൊബൈലിൽ സംസാരിച്ച് ബസ് ഓടിച്ച് ഡ്രൈവറുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ കുറ്റിപ്പുറം അപകടം നടന്ന സ്ഥലത്ത് നിന്നും 100 മീറ്റർ മാറിയാണ് ഈ സംഭവം. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ ഓടുന്ന ശാസ്ത ബസ്സിലെ ഡ്രൈവറുടെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. ശിവദാസ്, ഇന്നലെ നാടിനെ മുഴുവൻ നടുക്കുന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത്രത്തോളം വലിയൊരു അപകടം മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊന്നും ആളുകൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. അതേ സ്ഥലത്തു കൂടിയാണോ ഇപ്പോൾ ഇയാൾ ഈ ചെവിയിൽ ഫോണും വെച്ചുകൊണ്ട് ഇത്രയും ആളിനെ കുത്തി നിറച്ച് ബസ് അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നത്? തീർച്ചയായും ഇന്നലെ നാടിന് നടുക്കിയ ഒരു അപകടം തന്നെയാണ് കുറ്റിപ്പുറം ദേശീയപാതയിൽ ഉണ്ടായത്. കുറ്റിപ്പുറം ദേശീയപാതയിൽ ഇന്നലെ നാടിനെ നടുക്കിയ ഈ അപകടത്തിൽ ഒരു മരണവും സംഭവിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്. അതായത് ഇന്നലെ അപകടം നടന്നതിന് തൊട്ടടുത്ത് തന്നെ ഏകദേശം 100 മീറ്റർ മാറിയാണ് ഇത്രയും ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡ്രൈവർ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. കാരണം ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ്. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്രയും ആളുകളുടെ ജീവൻ ആ ഒരൊറ്റ വ്യക്തിയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ചെറിയൊരു അശ്രദ്ധ മാത്രം മതി ഇത്രയും ആളുകളുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ. ഇന്നലെ അത് സംഭവിച്ചിരുന്നു. അതായത് ഇന്നലെ അത് സംഭവിച്ചതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇന്ന് സമാനമായ രീതിയിലുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവർ തന്നെ ഒരു ബസ് ഓടിക്കുന്നത്. നിരവധി യാത്രക്കാർ ഉള്ള, പ്രത്യേകിച്ച് രാവിലത്തെ സമയം ആയതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാരും ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ ഓടുന്ന ശാസ്ത ബസ്സിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ദേശീയപാതയിലൂടെ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു വളവും തിരിവും ഒക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ രാത്രിയൊക്കെ തന്നെ മഴ പെയ്തിരുന്നു. അപ്പോൾ ഇവിടെ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ബസ് അപകടം ഉണ്ടായതും അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. എന്നിട്ടും ഇന്നും സമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ലിപ്പാവാനുള്ള മഴ പെയ്ത ഒരു സാഹചര്യമൊക്കെ നിലനിന്നിട്ടും ഇപ്പോഴും ഈ ഡ്രൈവർ ഈ ഒരു രീതി തുടരുന്നു. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ മോട്ടോർ വാഹന വകുപ്പ് എടുക്കേണ്ടതാണ്. കൃത്യമായൊരു നിയമലംഘനം തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. ഇയാൾക്കെതിരെ കർശന നടപടി വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നാട്ടുകാരും ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാരണം പലപ്പോഴും ഇതൊരു നിത്യസംഭവമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഗൗതം, ശിവദാസ്, ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് എന്തെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? അതായത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം ഇതൊരു നിസ്സാര വിഷയമല്ല. ഇന്നലെ അപകടമുണ്ടായ അതേ സ്ഥലത്തു കൂടി വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായൊരു തെറ്റല്ലേ? തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ശാസ്ത ബസ്സിലെ ഡ്രൈവർ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന ദൃശ്യം അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ജനം ടിവി അത് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന്റെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കൃത്യമായ നിയമ ലംഘനമാണ് എന്നുള്ളത് ദൃശ്യങ്ങൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളതിൽ വളരെ വ്യക്തമാണ്. കാരണം അല്പസമയം മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ ഇതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ അപകടം ഉണ്ടായതിന് ചേർന്നുള്ള സ്ഥലത്തു തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായൊരു നിയമലംഘനം നടത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് ബസ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവർ തന്നെയാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബസ് ഡ്രൈവ് ചെയ്യുന്നു. അതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായി അതിനെതിരെ കർശന നടപടി വേണം എന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗതം, ഓക്കെ, ഇന്നലെ അപകടം നടന്ന അതേ സ്ഥലത്ത് വീണ്ടും ബസ് ഓടിക്കുന്നു ഡ്രൈവർ. അതും മുഴുവൻ ആളുകളെ കുത്തി നിറച്ചു പോകുന്ന ബസ് ഒരു കൈയിൽ ഫോണും ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കുന്നതിന്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ജനം ടിവിക്ക് ലഭിച്ചത്. മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്.